നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായി ഇന്ത്യ മുന്നണി ജയിക്കാൻ പോകുന്ന രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാടും അതുപോലെ പശ്ചിമ ബംഗാളുമാണ്. അവിടെയുള്ള രണ്ട് സ്ഥലങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70%-ലധികം ഓക്കുപ്പൻസി ഇന്ത്യ മുന്നണി നേതാക്കളായിരിക്കും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ 4ാമത്തെ തുടർ വിജയമാകുമ്പോൾ സ്റ്റാലിൻ ഭരണ തുടർച്ച നേടിയെടുക്കും എന്നത് ഏറെക്കുറെ ഉറപ്പിച്ച സാഹചര്യമാണ്. എന്നാൽ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് അവിടുത്തെ ഡാറ്റാബേസ് റിപ്പോർട്ടുകൾ വരുന്നത്? നമുക്കറിയാം, ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള നടപടികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിൽ BJP എടുക്കുന്ന ശുഷ്കാന്തിക്ക് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയാൻ വേണ്ടി BJP തക്കം പാർത്തിരിക്കുകയാണ്. BJPക്ക് മുസ്ലിങ്ങളെ എങ്ങനെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കൃത്യമായി മറ്റു വോട്ടുകളെ കൺസോൾട്ടേറ്റ് ചെയ്യണം. അതാണ് വർഗീയ ധ്രുവീകരണം അഥവാ ഓമന പേരിട്ടവർ വിളിക്കുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അഥവാ കമ്മ്യൂണൽ പോളറൈസേഷൻ. അതിന് ബംഗാൾ ഏറെക്കുറെ അതിന് പറ്റുന്ന ഭൂമിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കഴിഞ്ഞ തവണ BJP നേടിയില്ലെങ്കിലും പലയിടത്തും രണ്ടാമതെത്തി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഉദാഹരണത്തിന് ചെന്നൈയിൽ നഗരഹൃദയങ്ങളിൽ പോലും BJPക്ക് വലിയ രീതിയിൽ വോട്ട് ഹൈപ്പുണ്ടായിരിക്കുന്നു, വോട്ടിൽ വർധനവുണ്ടായിരിക്കുന്നു എന്നത് മറ്റു മുന്നണികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. DMKയെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ് ആ സ്പേസ് മുഴുവൻ BJP ഓക്കുപൈ ചെയ്യുന്നത്. എന്നാൽ ബംഗാളിൽ നോക്കൂ, ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വലങ്കയായിരുന്ന ഗുണ്ടായിസം മാത്രം കൈമുതലാക്കിയ ഒരു നേതാവായിരുന്നു സുവേദു അധികാരി. പർഗനാസ് ജില്ലയിലെ പേരുകെട്ട ഗുണ്ടാ നേതാവ് എന്ന് തന്നെയാണ് സുവേദുവിനെ പലരും വിളിക്കുന്നത്. അയാളാണ് കഴിഞ്ഞ തവണ മമതാ ബാനർജി 1200 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണയും നന്ദിഗ്രാം മണ്ഡലം നിലനിർത്തിയത്. ഒന്നാലോചിക്കണം, സുവേദു അധികാരി കൃത്യമായി ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഏത് രീതിയിലുള്ള നാറിത്തരവും സുവേദുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെയും മമതാ ബാനർജിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിൽ കോൺഗ്രസിന് കിട്ടുന്ന ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ അതത് ഭരണകക്ഷികൾ ഘടകകക്ഷിയായി കോൺഗ്രസിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിലായിരുന്നാലും ബംഗാളിലായിരുന്നാലും കോൺഗ്രസിന് കാര്യമായ വേരോട്ടം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ 25-ൽ 18 സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞെങ്കിലും മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇക്കുറി മന്ത്രിസഭയിൽ അംഗത്വം നൽകും എന്ന് വാക്കാൽ പറഞ്ഞിരിക്കുകയാണ്. ബംഗാളിലും അതെ, സഖ്യത്തിൻ്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് മന്ത്രിസ്ഥാനം കൂടുതൽ നൽകാൻ 2011 മുമ്പ് എങ്ങനെയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് സഖ്യം അധികാരത്തിൻ്റെ ഭാഗമായി മന്ത്രിസ്ഥാനങ്ങൾ വിഭജിച്ചെടുത്തിരുന്നത്, അതേ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നാൽ BJPയുടെ അട്ടിമറി എന്ന മോഹം നടക്കാതെ പോകും. അത് ഏറെക്കുറെ മോദിയെയും അമിത്ഷായും ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതകളെ തളർത്തും. സ്ഥിരമായി ജയിക്കുന്ന പ്രദേശങ്ങൾ മാറ്റി പുതിയ മണ്ഡലങ്ങൾ പരീക്ഷിക്കലാണല്ലോ ഇവരുടെ ജോലി. ഉദാഹരണത്തിന് ഒഡീസയിൽ ഇത്തവണ കിട്ടിയത് അഭൂതപൂർവമായൊരു മുന്നേറ്റമാണ്. 20 ലോക്സഭാ സീറ്റുകൾ കിട്ടി. സംബൽപൂരിൽ അവിടുത്തെ പ്രമുഖ നേതാവായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ അങ്ങനെയാണ് ഞെളിഞ്ഞ് ഇപ്പോൾ വലിയ നേതാക്കന്മാർ ആയി ചമഞ്ഞ് നടക്കുന്നത്. ഇതെല്ലാം പൊളിക്കണമെങ്കിൽ പരമ്പരാഗത ഇന്ത്യ സഖ്യത്തിൻ്റെ മേഖലകൾ അത് ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ.